ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ മൈബി. അപ്പോൾ നമ്മുടെ ഇന്ന് ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർട്ടൂൺ ആനിം അതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. കാർട്ടൂൺ എന്താണ്, ആനിം എന്താണെന്ന് ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കാർട്ടൂൺ എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നേക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. പക്ഷേ നേരെ തിരിച്ച് ആനിം എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നേക്കുന്നത് ജപ്പാനിൽ നിന്നാണ്. അതുപോലെ തന്നെ ഒരു നോൺ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു 5 to 10 minutes ഉള്ളൊരു ജസ്റ്റ് ഫോർ ഹ്യൂമർ പർപ്പസ് ആണ്. അതായത് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ചിൽഡ്രൻസ്. അപ്പോൾ ഒരു പിള്ളേരെ, അതായത് കുട്ടികളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസിന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആനിമേഷനാണ് കാർട്ടൂൺ എന്ന് പറയുന്നത്. നേരെ തിരിച്ച് ആനിം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സെമി റിയലിസ്റ്റിക് ആയിട്ടുള്ള 20 to 25 minutes ഉള്ള സീരീസുകളാണ്. എന്താ പറയുക, റിയൽ വേൾഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും, അതായത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും ആനിമയിലുണ്ട്. അപ്പോൾ മെയിനായിട്ട് നറൂട്ടോ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഇമോഷൻസ് ഉണ്ട്. ഓരോ ക്യാരക്ടറിന് ഇമോഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ലവ് ആണെന്നുണ്ടെങ്കിലും പിന്നെ പല കാര്യങ്ങളും. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്താണ് ആനിം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും, ആനിമൽ സീരീസിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാം ലിങ്ക്ഡ് എപ്പിസോഡാണ്. ഇപ്പോൾ പല എപ്പിസോഡ് അല്ല, എല്ലാം ലിങ്ക്ഡ് എപ്പിസോഡായിരിക്കും. അപ്പോൾ ഒന്ന് കണ്ടില്ലെങ്കിൽ മറ്റൊന്ന് കാണാൻ പറ്റത്തില്ല. അപ്പോൾ മിഡിൽ വെച്ച് ആർക്ക് സ്റ്റാർട്ട് ചെയ്യാനും പറ്റത്തില്ലായിരിക്കും. ഫസ്റ്റ് എപ്പിസോഡ് കാണാണ്ട് നമുക്ക് എൻഡിലേക്ക് എത്താനും പറ്റത്തില്ല. കാർട്ടൂൺ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം ഡിഫറെൻറ്റ് സ്റ്റോറീസാണ്. ഇപ്പോൾ ഒരു എപ്പിസോഡിൽ കാണുന്നില്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ അങ്ങനത്തെ ഒരു ഇതുണ്ട് കാർട്ടൂണിൽ. ഈ ആനിം എന്നുള്ളത് കുട്ടികൾ പറ്റിയ ഒരു ആനിമേഷൻ സീരീസ് അല്ല. മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഗ്രോണപ്സിനെ തന്നെയാണ്. അത് പറയാൻ കാരണം ഒരു സെമി ന്യൂഡിറ്റിയൊക്കെ വൺ പീസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നറൂട്ടോ സീരീസിലുണ്ട്. പിന്നെ ഡെത്ത് നോട്ട്, പിന്നെ അതുപോലെ തന്നെ ഡിമൺ സ്ലെയർ, അങ്ങനത്തെ സീരീസുകളൊന്നും കുട്ടികളെ കാണിക്കാതിരിക്കാൻ നല്ലത്. അതായത് കുട്ടികൾക്ക് പറ്റിയതല്ല ഒട്ടും. മെയിൻ ജനറലി ഫോക്കസ്ഡ് ആണ് 18 above എന്ന് പറയുന്നത്. 18 above തന്നെയാണ് ഏറ്റവും നല്ലത് അത് കാണാൻ പറ്റിയത്. അങ്ങനത്തേക്കുള്ള കാര്യങ്ങളുണ്ട് ഈ ആനിമും കാർട്ടൂണും തമ്മിൽ. എനിക്ക് തോന്നിയേക്കുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമേഷൻ എന്ന് പറയുന്നത് ടോം ആൻഡ് ജെറി തന്നെയാണ്. അതായത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിച്ച വേറൊരു ആനിമേഷൻ ഇല്ല. കാർട്ടൂൺ ആണെങ്കിൽ കൂടെ 5 to 10 minutes ഉള്ള ഒരു ഷോ ആണെങ്കിൽ കൂടെ വൺ ഓഫ് ദ ബെസ്റ്റ് കാർട്ടൂൺ എന്ന് തന്നെ പറയാം. ആനിമല്ല, പക്ഷെ കാർട്ടൂണാണത്. പക്ഷെ ഒരുപോലെ മുതിർന്നവരെയും കുട്ടികളെയും എൻ്റർടൈൻമെൻറ്റ് ചെയ്യിച്ചിട്ടുണ്ട്. വില്യം ഹാന ആൻഡ് ജോസഫ് ബാർബറയാണ് അതിൻ്റെ ഒരു ഡയറക്ടേഴ്സ്. അതിൻ്റെ മുമ്പിൽ വയ്ക്കാനായിട്ട് വേറൊരു കാർട്ടൂൺ ഇപ്പോഴും ഇല്ല എന്ന് തന്നെ ഞാൻ പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസുകൾ. കാർട്ടൂണും ആനിയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസുകൾ. രണ്ട് പ്രായക്കാർക്ക് പറ്റിയുള്ളൊരു സീരീസാണ്. കാർട്ടൂൺ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടും ആനിമേഷൻ എന്ന് പറയുന്നത് ഗ്രോണപ്സിന് വേണ്ടിയിട്ടുള്ള സീരീസുകളാണ്. അപ്പോൾ കാർട്ടൂൺ വേറെയാണ്, ആനിം വേറെയാണ്. അതിൻ്റെ ഒരു ഫീൽ ഡിഫറൻസ് വേറെയാണ്. അപ്പോൾ അതെന്താണെന്നുള്ളൊരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ അധികം കിട്ടുന്നില്ല, ഞാൻ വൈൻഡ് ചെയ്യാണ്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ ആനിമേഷനെ കുറിച്ചൊരു ടോപ്പിക്കായിട്ടൊക്കെ വരാം. അപ്പോൾ അതുവരെ സീ യു ഗൈസ്, ബൈ.